ഇസ്ലാമിൽ ആകത്തുക ഈ രണ്ട് വീക്ഷണങ്ങൾ വെച്ചാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള മറ്റെല്ലായിടങ്ങളിലും പറഞ്ഞ വിവാഹത്തിൻ്റെയും വിവാഹ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകത്തുക എന്താണ്? എന്തായിരുന്നാലും ഒരു പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ഒരു വിവാഹ ബന്ധത്തിന് ഒരുങ്ങുമ്പോൾ ദീനുള്ളവരെ തെരഞ്ഞെടുക്കൽ തന്നെയാണ് വേണ്ടത്. ദീന് പ്രധാനമാണ്. ഇതൊന്ന് സമൂഹത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കുകയില്ല. പലരും മറ്റുള്ള ആദ്യം പറഞ്ഞ മാനദണ്ഡങ്ങൾക്കാണ് വലിയ വില കൊടുക്കുക. അവൾ വലിയ തറവാടിയാണ്, അല്ലെങ്കിൽ വലിയ പൊമ്പിച്ച പണക്കാരിയാണ്, ആദർശമൊക്കെ പിന്നുണ്ടാക്കുക. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിയിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഒക്കെ അതൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞ് ശരിയാക്കാം. ഈ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട് എന്നൊക്കെയുള്ള പേരുകൾ പറഞ്ഞുകൊണ്ട് ദീനിന് ഒരു രണ്ടാം സ്ഥാനം. ആരും പറയാറില്ല നമ്മളെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം നമുക്ക് പണമൊക്കെ ഉണ്ടാക്കാലോ, മുതലൊക്കെ അവൾക്ക് നമ്മളെ വീട്ടിൽ വന്നതിൻ്റെ ശേഷവും ഉണ്ടായെങ്കിലോ ഉണ്ടായിക്കൂടായികയൊന്നുമില്ലല്ലോ, അതാരും പറയുന്നില്ല. ദീനിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം പറയുന്നത് അതിപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയല്ലേ, അതൊക്കെ ഇവിടെ വന്നിട്ടാണ് മാറ്റം വന്നുകൂടായിക ഉണ്ടോ? ഒക്കെ നമുക്കാണ് മാറ്റം വരുത്താലോ. അങ്ങനെ മാറ്റം വരാത്ത എത്ര ഉണ്ട്? രണ്ടും രണ്ട് ആദർശങ്ങളിലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സ്വൈരവും സമാധാനവും ഉണ്ടാകുമോ? അപ്പം അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ പാളാതെ സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ രണ്ട് വീക്ഷണങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ട് വീക്ഷണങ്ങൾ വരുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ടിനും നല്ല സാധ്യതയുള്ള നിലക്കാണ് ആ പദം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളതെങ്കിൽ ഒരഭിപ്രായത്തെയും നമ്മൾ ആ അഭിപ്രായം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളരുത്. തള്ളാതെ നമുക്ക് കൂടുതൽ കുറച്ചും കൂടി യുക്തമായിട്ട് ഏതാണോ മറ്റു തെളിവുകളെയൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്നതിനോ അതിലേക്കാണ് എൻ്റെ മനസ്സ് ചായുന്നത് എന്നോ പറയുന്നതിന് വിരോധമില്ലതാനും. ഈ രണ്ട് വീക്ഷണങ്ങളും നമുക്ക് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. അതാണ് ആയത്തിന്റെ പദം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. അസ്സാനി, വ്യഭിചാരിയായ ഒരു പുരുഷൻ, ലാ യൻകിഹു, അവൻ വിവാഹം കഴിക്കുകയില്ല എന്ന് ഒന്നാമത്തെ വ്യാഖ്യാനം. ആരെയല്ലാതെ? ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ, വ്യഭിചാരിണിയായ പെണ്ണിനെ അല്ലാതെ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളുടെ ഹലാല് ഹറാമുകളൊന്നും ചിന്തിക്കാത്ത ബഹുദൈവ വിശ്വാസിനികളെ അല്ലാതെ. വസ്സാനിയത്തൂർ, വ്യഭിചാരിണിയായ പെണ്ണ്, ലാ യൻകിഹുഹാ, അവളെ വിവാഹം കഴിക്കുകയില്ല, ഇല്ലാ സാനിൻ, ആ സ്വഭാവമുള്ള ഒരു പുരുഷനല്ലാതെ, ഔ മുശ്രിക്കുൻ, അല്ലെങ്കിൽ മുശ്രിക്കല്ലാതെ. അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ് അലൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക്. ഒന്നാം വ്യാഖ്യാന പ്രകാരമുള്ള അർത്ഥമാണ് കേട്ടത്. ഇനി രണ്ടാം വ്യാഖ്യാന പ്രകാരം പറയുമ്പോഴോ, അസ്സാനി, ഒരു വ്യഭിചാരിയായ പുരുഷൻ, ലാ യൻകിഹു, അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, അഥവാ അവൻ അതിന് വഴങ്ങിക്കൊടുക്കുകയില്ല. ആരല്ലാതെ? ഒരു മുഅ്മിന് വഴങ്ങിക്കൊടുക്കൂല. ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ. അതുപോലെ വസ്സാനിയത്തു, ഒരു വ്യഭിചാരിയായ വേശ്യയായ ഒരു സ്ത്രീ, ലാ യൻകിഹുഹാ, അവളെ ഭോഗിക്കുകയില്ല, അവളെ ആ കൃത്യത്തിന് ഉപയോഗപ്പെടുത്തുകയില്ല. ആരല്ലാതെ? ഒരു മോമിനായ മനുഷ്യൻ അതിന് തയ്യാറാവില്ല. ഇല്ലാ സാനിൻ ഔ മുശ്രിക്കുൻ, ഒരു സാനി, ആ നിലക്കുള്ള വ്യഭിചാരിയായ പുരുഷനോ മുശ്രിക്കോ അല്ലാതെ. വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, അത് ആ നിലക്കുള്ള അവിഹിതമായ ബന്ധം, വ്യഭിചാരം സത്യവിശ്വാസികളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടതാണല്ലോ. അപ്പൊ ഈ രണ്ട് വ്യാഖ്യാനവും രണ്ട് വ്യാഖ്യാന പ്രകാരവും നമുക്ക് ആയത്തിന് അർത്ഥം വെക്കാവുന്നതാണ്. ഇനി സഹോദരങ്ങളെ, അടുത്ത ആയത്ത് അത് നമുക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിവരണം ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടിവെക്കാം. എന്താണ് നാലാമത്തെ ആയത്ത്? അല്ലാഹു തആല പറയാണ്, വല്ലദീന യർമൂനൽ മുഹ്സനാതി ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. والذين يرمون, വല്ലദീന ഒരു കൂട്ടർ, അവരാരാണ്? യർമൂന, ശരിക്കും റമാ യർമി എന്ന് പറഞ്ഞാൽ എന്താണ്? എറിഞ്ഞു എന്നാണ്. ഇവിടെ ആരോപണം ഉന്നയിച്ചു എന്നാണ്. ആരോപണം ഉന്നയിക്കുക, ആരോപണത്തിന്റെ അമ്പെറിയ, അതാണ് യർമൂന. അവർ വെറും ആരോപണമല്ല, വ്യഭിചാരാരോപണം നടത്തുന്നവർ. അർത്ഥം പറയുമ്പോൾ ശ്രദ്ധിക്കുക. വല്ലദീന യർമൂന,
വ്യഭിചാരോപണം നടത്തുന്ന പുരുഷന്മാർ. ആരെ? അൽ മുഹ്സനാത്തി, പതിവ്രതകരായ സ്ത്രീകളെ. മുഹ്സനത്ത് എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. വിവാഹിതയായ സ്ത്രീക്ക്, അവൾ പതിവ്രതയാവട്ടെ അല്ലാത്തവളാവട്ടെ, വിവാഹിതയായ സ്ത്രീകൾക്കൊക്കെ മുഹ്സനത്ത് എന്ന് പറയും. പിന്നെ നല്ല പാതിവൃത്യവും ചാരിത്രശുദ്ധിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അവർക്ക് മുഹ്സനത്ത് എന്ന് പറയും. അപ്പം ആ രൂപത്തിലൊക്കെയുള്ള പക്വതയും വിവേകവും നല്ല തൻ്റെ ഇടവും ചാരിത്രശുദ്ധിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന നല്ലവരായ സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരോപണം പറയുന്നവർ. എന്നിട്ടോ സുമ്മ, പിന്നീട് ലം യഅ്തൂ, അവർ വന്നതുമില്ല, ബിഅർബഅത്തി ശുഹദാ, 4 സാക്ഷികളെ കൊണ്ടുവന്നതുമില്ല. വ്യഭിചാരത്തിന്റെ പിന്നെ സ്ഥിരപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? 4 സാക്ഷി വേണമെന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ആരോപണം പറയുന്നയാൾ എന്ത് ചെയ്യണം? അത് തെളിയിക്കണം. ഒരാളെ പറ്റി അത് പറയുമ്പോൾ അത് തെളിയിക്കണം. അതിന് എത്ര സാക്ഷി വേണം? 4 സാക്ഷിയെ കൊണ്ടുവരണം. അതാണ് ബിഅർബഅത്തി ശുഹദാ. അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ ഫജ്ലിദൂഹും, ഇസ്ലാമത ഗവൺമെന്റിനോട്, ഖാദിയോടുള്ള കൽപ്പനയാണ്, നിങ്ങൾ അവരെ അടിക്കുവീൻ. ഫജ്ലിദൂ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചതാണ്. ഫജ്ലിദൂഹും, നിങ്ങൾ അവരെ അടിക്കുവീൻ. 80 ജൽദതൻ, എത്ര അടി അടിക്കണം? 80 അടി അടിക്കാനാണ് പറയുന്നത്. 80 അടി അടിക്കണം. കണ്ടോ, അത് പറഞ്ഞോർക്കുള്ള ശിക്ഷയാണ്. 80 അടി അടിക്കുവീൻ. തീർന്നില്ല. വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ, ഇതിന്റെ ഗൗരവമാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ടുള്ള, ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളുടെ പിന്നീടുള്ള അവസ്ഥ എന്താണ്? വലാ തഖ്ബലൂ ലഹും, നിങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുവാൻ പാടില്ല, നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്. വലാ തഖ്ബലൂ, നിങ്ങൾ സ്വീകരിക്കരുത്. ലഹും, അവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കാനും പാടില്ല. ഷഹാദത്തൻ, ഒരു സാക്ഷ്യത്തിന് പോലും പിന്നെ ആ മനുഷ്യന്മാര് പറ്റൂല. അവരെ സാക്ഷിയായിട്ട് പോലും സ്വീകരിക്കരുത്. അബദൻ, ഒരു കാലത്തും പിന്നെ അവരെ ഒരു സാക്ഷിയായിട്ട് വരെ കൊണ്ടുവരാൻ പറ്റില്ല. മാന്യത പോയി അയാളുടെ, ഇങ്ങനെ ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല വൗലായിക, അക്കൂട്ടർഹും, അവർ തന്നെയാണ് അൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് തെമ്മാടികൾ, അവർ തന്നെയാണ് ദുർവൃത്തന്മാർ. എന്നാലോ ഇല്ലല്ലദീന താബൂ, പശ്ചാത്തപിച്ചു മടങ്ങിയവരൊഴികെ. മിമ്പഅദി ദാലിക, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു, എന്നാൽ അതിൽ നിന്ന് അയാൾ പശ്ചാത്തപിച്ചു മടങ്ങി. അങ്ങനെയുള്ള ആളുകൾ പശ്ചാത്തപിച്ചു മടങ്ങിയാലും പോരാ. വഅസ്ലഹൂ, അവർ ജീവിതത്തെ കൃത്യമായി നന്നാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ജീവിതത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലക്കവർ നന്നായി ജീവിക്കുകയും ചെയ്താൽ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അപ്പോൾ നിശ്ചയമായും അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇതാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയം.